മഗന്ധ രാജ്യത്തിന്റെ രാജപ്രമുഖനാകുന്നു ബൃഹദ്രഥ മഹാരാജൻ. അദ്ദേഹത്തിന് സന്താനങ്ങളില്ലാതെ അത്യധികം ദുഃഖിതനായി ജീവിച്ചു. അങ്ങനെ കഴിയും കാലത്ത് അദ്ദേഹത്തിന്റെ രാജ്യം സന്ദർശിക്കുവാനായി ചണ്ഡകൗശിക മഹാമുനി എത്തിച്ചേരുന്നു. മുനിയോട് ബൃഹദ്രഥൻ തന്റെ ദുഃഖത്തെക്കുറിച്ച് പറയുകയും മഹാരാജന്റെ ദുഃഖം മനസ്സിലാക്കിയ ആ ദിവ്യൻ ഒരു മാമ്പഴം നൽകുകയും ചെയ്തു. ഈ മാമ്പഴം മഹാരാജന്റെ 2 പത്നിമാർക്കും ചേർന്ന് തുല്യമായി വീതിച്ചു കൊടുക്കുവാനും അരുളി. മുനി പറഞ്ഞത് പ്രകാരം മാമ്പഴം 2 പത്നിമാർക്കും ചേർന്ന് വീതിച്ചു നൽകി. തന്മൂലം ഫലം സേവിച്ച ആ മഹാറാണിമാർ ഗർഭവതികൾ ആവുകയും ചെയ്തു. ഗർഭകാലം പൂർത്തിയാക്കിയപ്പോൾ 2 രാജ്ഞിമാരും ഒരേ സമയം തന്നെ അർത്ഥ ശരീരമുള്ള ജീവനറ്റ 2 സന്താനങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. ഈ ചാപിള്ളകളെ കണ്ട രാജാവും രാജ്ഞിമാരും ഭയചിത്തരാകുകയും തന്മൂലം ഈ ജഡങ്ങളെ വനത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കും കാലത്ത് ജര എന്നൊരു രാക്ഷസി ആ വനമാർഗെ യാത്ര ചെയ്യുകയും 2 പാതിയായ കുഞ്ഞുമൃത ശരീരത്തെ ദർശിക്കുകയും ചെയ്തു. അത് കണ്ട് അത്ഭുതമുളവായ അവൾ ആ 2 അർത്ഥശവശരീരങ്ങൾ ചേർത്ത് വയ്ക്കുകയും അങ്ങനെ ചേർത്ത് വയ്ക്കപ്പെട്ട ആ ശരീരങ്ങൾ ഒന്നായപ്പോൾ ആ കുഞ്ഞിന് ജീവൻ ഉണ്ടാകുകയും കുഞ്ഞ് കരയുവാനും ആരംഭിച്ചു. കുട്ടിയുടെ കരച്ചിൽ കേട്ട ജര അവനെ എടുത്ത് ശാന്തനാക്കുവാൻ ശ്രമിച്ചു. എങ്കിലും അത് വിഫലമായി തീർന്നു. അതിനാൽ തന്നെ അവൾ ആ കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. എന്നാൽ ഈ വിവരം എല്ലാം അറിഞ്ഞ ബൃഹദ്രഥ മഹാരാജൻ കുഞ്ഞിന്റെ അടുക്കലേക്ക് അത്യധികം സന്തോഷത്തോടെ ഗമിക്കുകയും തൻ്റെ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ടുവരികയും ജരയാൽ യോജിപ്പിക്കപ്പെട്ടവനാകിയാൽ തന്നെ അവന് ജരാസന്ധനെന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. പിൽക്കാലത്ത് ജരാസന്ധന് 2 പുത്രിമാർ പിറവികൊണ്ടു. അവരാകുന്നു ആസ്തിയും പ്രാപ്തിയും. ഇരുവരെയും മധുരാ നടേശനാകുന്ന കംസന് വിവാഹം ചെയ്ത് നൽകുകയും കംസവധത്തിലൂടെ തൻ്റെ പുത്രീപതിയുടെ മരണത്തിന് കാരകനാകുന്ന ശ്രീകൃഷ്ണനോട് ജരാസന്ധന് വൈരാഗ്യം ജനിക്കുകയും ചെയ്തു. കൃഷ്ണനെതിരെ പല സന്ദർഭങ്ങളിലും ജരാസന്ധൻ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. അത് തന്നെയുമല്ല, നിരവധി യോദ്ധാക്കളോട് യുദ്ധത്തിൽ ഏർപ്പെടുകയും പരാജയങ്ങളിലൂടെ കടന്നു പോകുകയും ചെയ്തു. അങ്ങനെ കഴിയവേ പാണ്ഡവർക്ക് രാജ്യം പകുത്തു നൽകി അവർ ഇന്ദ്രപ്രസ്ഥം സ്ഥാപിച്ച് ഭരണം നടത്തും കാലം. നാരദമുനി യുധിഷ്ഠിരനെ സന്ദർശിക്കുവാൻ എത്തുന്നു. പാണ്ഡവരുടെ പിതാവാകുന്ന പാണ്ഡു സ്വർഗത്തിൽ വസിക്കുന്നവൻ ആകുന്നു. അതിനാൽ തന്നെ 14 ലോകങ്ങളിലും യാത്ര ചെയ്യുന്ന നാരദൻ സ്വർഗത്തിലെത്തിയപ്പോൾ പാണ്ഡുവിനെ കാണുകയും പാണ്ഡു യുധിഷ്ഠിരനോട് പറയുവാൻ ഒരു സന്ദേശം നൽകിയിരുന്നു എന്ന് പറയുന്നു. അത് മറ്റൊന്നും ആകുന്നില്ല, ഒരു രാജസൂയയാഗം നടത്തുക എന്നത് ആകുന്നു. ഇത് കേട്ട തങ്ങളുടെ പിതാവിൻ്റെ ആജ്ഞ പാണ്ഡുപുത്രന്മാർ ശിരസാവഹിക്കുന്നു. തങ്ങൾക്ക് എക്കാലവും താങ്ങും തണലുമാകുന്ന ശ്രീകൃഷ്ണനെ യുധിഷ്ഠിരൻ ഈ കാരണത്താൽ ക്ഷണിക്കുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ ആഗതനായ ശ്രീകൃഷ്ണൻ മഗന്ധ ചക്രവർത്തിയാകുന്ന ജരാസന്ധനെ പരാജയപ്പെടുത്താതെ ഒരു കാരണവശാലും രാജസൂയം വിജയകരമാക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. അക്കാലത്ത് ജരാസന്ധൻ രാജാക്കന്മാരെ ബന്ധിച്ച് ബലി നൽകുവാൻ തയ്യാറായിരിക്കുന്ന കാലമാകുന്നു. 86 രാജാക്കന്മാരെ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. 100 എണ്ണം തികഞ്ഞാൽ ഓരോരുത്തരെയായി ബലി കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശ്രീകൃഷ്ണൻ മനസ്സിലാക്കുന്നു. അവനെ പരാജിതനാക്കുവാൻ ബ്രാഹ്മണ വേഷധാരികളാകുന്ന ശ്രീകൃഷ്ണ, അർജുന, ഭീമന്മാർ മഗന്ധയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഏവരെയും കണ്ട് തിരിച്ചറിഞ്ഞ ജരാസന്ധൻ ഭീമനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിക്കുകയും ഭീമനോട് നേരിട്ട ജരാസന്ധൻ മൃതാവസ്ഥയിൽ ആവുകയും ശ്രീകൃഷ്ണന്റെ സൂചന പ്രകാരം ഭീമൻ ജരാസന്ധനെ 2ആയി പിളർക്കുകയും വിപരീത ദിശയിലേക്ക് 2ആക്കിയ ശവശരീരങ്ങൾ വലിച്ചെറിയുകയും ജരാസന്ധൻ മരണപ്പെടുകയും ചെയ്തു.